ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രത്തെ കലികാലത്തിൽ ലോകജനതയ്ക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടി കൃഷ്ണഭക്തിയിലൂടെ പകർന്നു നൽകിയ ദിവ്യപുരുഷനാണ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ. 1965 ഓഗസ്റ്റ് 25 ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര തിരിച്ച ഒരു ഇന്ത്യൻ സന്യാസി കൂടിയാണ് ശ്രീല പ്രഭുപാദർ. അദ്ദേഹമാണ് അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതിയുടെ സ്ഥാപകാചാര്യൻ. ഭാരതത്തിലെ സനാതനമായ ഭക്തിയോഗം ആത്മസാക്ഷാത്കാരം നേടാനുള്ള വഴി പാശ്ചാത്യ ദേശങ്ങളിൽ എത്തിക്കാനായി തൻ്റെ ഗുരു നൽകിയ ആജ്ഞ നിറവേറാനാണ് 1965 സെപ്റ്റംബർ 17 അമേരിക്കയിലെത്തിയത്. ജാതി മതഭേദമന്യേ എല്ലാ മതക്കാർക്കും ഭഗവാന്റെ സേവനം ചെയ്യുവാനുള്ള അവസരം അദ്ദേഹം ഒരുക്കി കൊടുത്തു. 1966 ജൂലൈ 13 ന്യൂയോർക്കിൽ വച്ച് ഇസ്കോൺ അഥവാ അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതിക്ക് രൂപവും നൽകി. ഇംഗ്ലീഷ് ഭാഷയിൽ 108 ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചു. തുടർന്ന് ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം വിവർത്തനവും ഭാവാർത്ഥവും നൽകി. അതിനെ ആസ്പദമാക്കി പരിശീലന പദ്ധതിയും തയ്യാറാക്കി. കലികാല ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഏക മാർഗം ഹരിനാമകീർത്തനമാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ സമയത്തും 16 അക്ഷരങ്ങളുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ കലികാലത്തിൽ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദറിന്റെ രാജവിദ്യ എന്ന ബുക്കിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. രാജവിദ്യ എന്നാൽ ഞാൻ ആരാണെന്നറിയുക മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇതിൽ രാജവിദ്യ, സംസാരാതീതമായ ജ്ഞാനം, ശ്രീകൃഷ്ണ പ്രഭാവം, മഹാത്മാക്കളിൽ നിന്നും ലഭ്യമാകുന്ന അറിവ്, ശ്രീകൃഷ്ണന്റെ അവതാരങ്ങളും ലീലകളും, ഗുരുവിൽ വിശ്വാസവും കൃഷ്ണനിൽ ശരണാഗതിയും, കൃഷ്ണ അവബോധത്തോടെയുള്ള പ്രവർത്തനം, അങ്ങനെ 8 അധ്യായങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അധ്യായം 1 രാജവിദ്യ. ശ്രീ ഭഗവാനുവാച ഇദന്തുദേ ഗുഹ്യതമം പ്രവശ്യാമ്യ അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വ മോക്ഷ്യസേ ശുഭാത്. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകമാണിത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്നും നീ മുക്തനാകും. ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ ആരംഭ ഭാഗത്തിലുള്ള പ്രസ്തുത ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതാണിത്. ഇവിടെ ശ്രീകൃഷ്ണനെ ഭഗവാനായിട്ട് പരാമർശിച്ചിരിക്കുന്നത് ഭഗ എന്നതിന് സമൃദ്ധിയും വാൻ എന്നതിന് ഉള്ളവൻ എന്നുമാകുന്നു. നമുക്ക് ഈശ്വരനെ പറ്റി നാമമാത്രമായ ധാരണകൾ മാത്രമേ ഉള്ളൂ എങ്കിലും വൈദിക സാഹിത്യത്തിൽ ഈശ്വരനെ പറ്റി നിശ്ചിതമായ വിവരണങ്ങളും പരിഭാഷകളും ഉണ്ടെന്ന് മാത്രമല്ല, അവയെല്ലാം ഭഗവാൻ എന്ന ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഭഗവാനിൽ സർവ്വവിധ സമൃദ്ധികളും ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രശസ്തിയുടെയും ത്യാഗത്തിൻ്റെയും സമ്പൂർണതയുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഈ സമൃദ്ധികൾ പൂർണ്ണമായി കാണുമ്പോൾ അദ്ദേഹം ഈശ്വരനെന്ന് മനസ്സിലാക്കണം. ലോകത്തിൽ സമ്പന്നരും ബുദ്ധിമാന്മാരും പ്രശസ്തരും സുന്ദരന്മാരും സുശക്തന്മാരുമായി ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും ആർക്കും ഈ സമൃദ്ധികളെല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുവാൻ കഴിയുകയുമില്ല. ഇവയെല്ലാം സമഗ്രമായും സമ്പൂർണമായും ഉണ്ടെന്ന് അവകാശപ്പെടുവാൻ ശ്രീകൃഷ്ണന് മാത്രമേ കഴിയൂ. ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം
ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകമാണിത്. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണ അവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങളൊഴിഞ്ഞ് ശാന്തി നേടുന്നു. ഈ ശ്ലോകത്തിൽ താൻ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭോക്താവാണെന്നും എല്ലാ ഗ്രഹങ്ങളുടെയും ഉടമസ്ഥനാണെന്നും ശ്രീകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഒരു വലിയ ഭൂവിഭാഗത്തിൻ്റെ ഉടമസ്ഥതയുണ്ടായിരിക്കാം. അതിലയാൾക്ക് അഭിമാനവും തോന്നാം. പക്ഷേ ശ്രീകൃഷ്ണനാകട്ടെ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൻ്റെ മുഴുവൻ അധിപനാണ്. മാത്രമല്ല താൻ സർവഭൂതങ്ങളുടെയും സുഹൃത്താണെന്നും പറയപ്പെടുന്നു. ഈശ്വരനാണ് എല്ലാത്തിൻ്റെയും അവകാശിയെന്നും എല്ലാവരുടെയും സ്നേഹിതനെന്നും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭോക്താവെന്നും മനസ്സിലാകുമ്പോൾ ഒരു വ്യക്തിക്ക് മനഃശാന്തി ലഭിക്കുന്നു. ഇതാണ് യഥാർത്ഥ ശാന്തി തത്വം. ഞാനാണ് ഉടമസ്ഥൻ എന്ന ഭാവന നിലനിൽക്കുന്നിടത്തോളം കാലം ആർക്കും മനഃശാന്തി ലഭിക്കുന്നില്ല. ആർക്കാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥത അവകാശപ്പെടുവാൻ കഴിയുക? കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ റെഡ് ഇന്ത്യക്കാർ അമേരിക്കയുടെ ഉടമസ്ഥരാണെന്ന് ലോകം കരുതിയിരുന്നു. ഇന്ന് ആ ഉടമസ്ഥത മറ്റുള്ളവർ അവകാശപ്പെടുകയാണ്. ഒരു പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ മറ്റു വല്ലവരും ഈ അവകാശം ഉന്നയിച്ചുകൊണ്ട് വന്നേക്കും. ഈ ഭൂമി സ്ഥിരമായി ഇവിടെ തന്നെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ നാം ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് ഇല്ലാത്ത ഉടമസ്ഥത അവകാശപ്പെടുകയാണ്. വസ്തുതകൾക്ക് നിരക്കാത്ത ഈ അവകാശവാദം വൈദിക അനുശാസനത്തിന് വിപരീതമാണ്. ഈശോപനിഷത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ബ്രഹ്മാണ്ഡത്തിലുള്ള സചേതനവും അചേതനവുമായ എല്ലാം തന്നെ ഈശ്വരന് അവകാശപ്പെട്ടതും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടതുമാണ്. ഈശാവാസ്യമിതം സർവം. ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യം വസ്തുനിഷ്ഠമാണ്. പക്ഷേ മായാമോഹിതരാകയാൽ നാം ഈ ലോകത്തിൻ്റെ ഉടമസ്ഥത അവകാശപ്പെടുകയാണ്. വാസ്തവത്തിൽ ഈശ്വരനാണ് എല്ലാത്തിൻ്റെയും ഉടമ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർവസമ്പന്നനുമാണ്. സ്വയം ഈശ്വരനാണെന്ന് ഉദ്ഘോഷിക്കുന്ന വളരെയധികം മനുഷ്യരുണ്ട്. ഉദാഹരണമായി ഭാരതത്തിൽ സ്വയം ഈശ്വരനാണെന്ന് വിശേഷിപ്പിക്കുന്ന 1 ഡസൻ ആളുകളെയെങ്കിലും അനായാസേന ഏത് സമയത്തും കാണാൻ കഴിയും. പക്ഷേ ജഗത്തിൻ്റെ സമ്പൂർണമായ ഉടമസ്ഥത അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക വിഷമമായിരിക്കും. ഈശ്വരൻ ആരാണെന്നറിയാൻ ഇതാണൊരു മാനദണ്ഡം. ഈശ്വരൻ തന്നെയാണ് സർവത്തിൻ്റെയും അധിപതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാത്തിനേക്കാളും ശക്തനുമാണ്. ശ്രീകൃഷ്ണൻ മനുഷ്യഭാവത്തിൽ ഈ ലോകത്തിൽ വിഹരിച്ചപ്പോൾ ആർക്കും അദ്ദേഹത്തെ കീഴടക്കാൻ സാധിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിലെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടതിന് തെളിവുകളുമില്ല. ദുർബലരെ രക്ഷിക്കുക എന്നതാണ് ക്ഷത്രിയ ധർമ്മം. അങ്ങനെയുള്ള ക്ഷത്രിയ കുലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വൈഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 16,108 സ്ത്രീകളെ പരിണയിച്ചിരുന്നു. ഓരോ പത്നിക്കും പ്രത്യേകം കൊട്ടാരവും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുന്നതിനായി ശ്രീകൃഷ്ണൻ 16,108 രൂപങ്ങളും അവലംബിച്ചിരുന്നു. ഇതൊരു പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നാം. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിലെ മഹർഷിമാർ ശ്രീമദ് ഭാഗവതത്തെ ധർമ്മശാസ്ത്രമായും ശ്രീകൃഷ്ണനെ ഈശ്വരനായും മനസ്സിലാക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകത്തിൽ ഗുഹ്യതമം എന്ന പദപ്രയോഗം കൊണ്ട് ശ്രീകൃഷ്ണൻ വിവക്ഷിക്കുന്നത് അത്യന്തം ഗുഹ്യമായ ജ്ഞാനമാണ് അർജുനന് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അർജുനനോട് തന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്?
അർജുനൻ അസൂയാലു അല്ലാത്തതുകൊണ്ട് തന്നെ. ഈ ഭൗതിക ലോകത്തിൽ നമ്മെക്കാളും ഉയർന്ന നിലയിലുള്ളവരോട് നാം അസൂയാലുക്കളാകുന്നു. നാം പരസ്പരം അസൂയാലുക്കളാണെന്ന് മാത്രവുമല്ല, ഈശ്വരനോട് തന്നെയും നമുക്ക് അസൂയയുണ്ട്. ഞാനാണ് സർവനാഥൻ എന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടും നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നുമില്ല. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ ഉപദേശം ശ്രദ്ധയോടെ അസൂയയില്ലാതെ ശ്രവിക്കുന്ന അർജുനൻ്റെ സ്ഥിതി അതല്ല. യാതൊരു വൈമനസ്യവുമില്ലാതെ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളെ അനുസരിക്കുകയാണ്. ഇതായിരുന്നു അർജുനൻ്റെ വിശേഷ യോഗ്യത. ഭഗവത്ഗീതയിലെ വിഷയഗ്രഹണത്തിന് ഇതാണ് ശരിയായ മാർഗം. നമ്മുടെ മാനസിക പ്രക്രിയകൾ കൊണ്ട് ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കുക വിഷമവുമാണ്. ശ്രവണത്തിലൂടെ അത് സ്വീകരിക്കുകയല്ലാതെ മറ്റു വഴികളുമില്ല. അർജുനൻ അസൂയാലുവല്ലാത്തതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനന് തന്നെ വിശിഷ്ടമായ ഈ വിജ്ഞാനം നൽകുന്നത്. ഇത് സൈദ്ധാന്തികമാണെന്നതുപോലെ പ്രായോഗികവുമാണ്. ഭഗവത്ഗീതയിൽ നിന്ന് നാം നേടുന്ന അറിവ് അതിഭാവുകത്വമോ അന്ധവിശ്വാസമോ ആണെന്ന് കരുതുന്നത് ശരിയല്ല. ഈ അറിവ് ജ്ഞാനവും വിജ്ഞാനവും, അതായത് സൈദ്ധാന്തികവും ശാസ്ത്രീയവുമായ അറിവാണ്. ഈ അറിവ് സ്വായത്തമാക്കി കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി നിശ്ചിതമാണ്. ഭൗതിക ലോകത്തിലെ ജീവിതം അശുഭപൂർണവും ക്ലേശകരവുമാണ്. അതിൽ നിന്നും വിമുക്തി നേടുക എന്നതാണ് മോക്ഷം. ഈ പരമമായ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അതിനാൽ ശ്രീകൃഷ്ണൻ ഈ വിജ്ഞാനത്തെപ്പറ്റി എന്തു പറയുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് അതിപ്രധാനവുമാണ്. കാരണം ശരിയായ ജ്ഞാനിഷ്ഠൻ്റെ ലക്ഷണം ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കലാണ് എന്ന് ഗീതയിൽ തന്നെ പറയുന്നുമുണ്ട്. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം. ഈ ജ്ഞാനം രാജവിദ്യയാണ്. രഹസ്യങ്ങളിൽ വച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണ്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതുകൊണ്ട് ധർമ്മത്തിൻ്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ്. ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുള്ളതനുസരിച്ച് ശ്രേഷ്ഠതമായ അറിവ് കൃഷ്ണ അവബോധ ജ്ഞാനമാണ്. ഈശ്വരനെ ശരണം പ്രാപിക്കാതെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിൽ നിന്നും മനസ്സിലാകുന്നത് നമുക്ക് പരിപൂർണമായ ജ്ഞാനം ലഭിച്ചിട്ടില്ല എന്നതാണ്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം. അസംഖ്യം ജനന മരണങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമാണെന്ന് മനസ്സിലാക്കി അവർ എന്നെ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളവുമാണ്. ഈശ്വരനെ ശരണം പ്രാപിക്കാത്തിടത്തോളം കാലം ഈശ്വരനെ മനസ്സിലാക്കുക അസാധ്യമാണ്. ഈശ്വരനിൽ ശരണം തേടാൻ അനേകം ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. പക്ഷേ ഈശ്വരൻ്റെ പരമമായ മഹത്വം അംഗീകരിച്ചാൽ ഉടൻ തന്നെ ഈശ്വരനിൽ ശരണം തേടാൻ കഴിയും. എന്നാൽ ഭൗതിക ലോകത്തിൽ സാധാരണയായി നമ്മുടെ നില അതല്ല. നമ്മുടെ പ്രത്യേക സ്വഭാവമായ അസൂയാലുത്വം കൊണ്ട് നാം ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഞാൻ എന്തിന് ഈശ്വരന് കീഴടങ്ങണം? സ്വതന്ത്രനായ ഞാൻ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കും. ഈ സന്ദേഹത്തെ നീക്കം ചെയ്യുന്നതിനായി നമുക്ക് അനേകം ജന്മങ്ങൾ യത്നിക്കേണ്ടതായി വരുന്നു. ഈ ചുറ്റുപാടിൽ
കൃഷ്ണൻ എന്ന നാമം പ്രത്യേകിച്ചും പ്രാധാന്യമുള്ളതാണ്. കൃഷ് എന്നതിൻ്റെ അർത്ഥം ജന്മത്തിൻ്റെ ആവൃത്തി എന്നും ണ എന്നതിന് അത് തടയുന്നവ എന്നുമാകുന്നു. നമ്മുടെ ജനങ്ങളുടെ ആവൃത്തി തടയുവാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. ഈശ്വരൻ്റെ കാരുണ്യം ലഭിക്കാതെ ഭൂമുഖത്തിൽ ഒരാൾക്കും തൻ്റെ മരണത്തെയോ പുനർജന്മത്തെയോ തടയുവാനുള്ള കെൽപ്പില്ല. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിലെ പ്രതിപാദ്യം രാജവിദ്യയാണ്. രാജവിദ്യ എന്നാൽ ശ്രേഷ്ഠമായ അറിവ് എന്നാണ്. ലൗകിക ജീവിതത്തിൽ നാം ഒരു വ്യക്തിയെ ഒരു വിഷയത്തിൽ പ്രവീണനും മറ്റൊരു വ്യക്തിയെ മറ്റൊരു വിഷയത്തിൽ പ്രവീണനുമായി കാണുന്നു. എന്നാൽ ഈ രാജവിദ്യയാകട്ടെ എല്ലാ അറിവുകളിലും വെച്ച് ഉത്കൃഷ്ടവും മറ്റ് അറിവുകളെയെല്ലാം ഉൾക്കൊള്ളുന്നതോ ആപേക്ഷികമായതോ ആണ്. മറ്റെല്ലാ ജ്ഞാനങ്ങളും ആപേക്ഷികങ്ങളാണ്. രാജഗുഹ്യം എന്ന പദപ്രയോഗത്തിൽ നിന്നും പരമമായ ഈ അറിവ് ഗൂഢമാണെന്നും പവിത്രം എന്ന പ്രയോഗത്തിൽ നിന്നും അത് നിർമ്മലമാണെന്നും മനസ്സിലാക്കാം. ഇത് ഉത്തമമാണെന്നും പറയുന്നുണ്ട്. ഉസ് എന്ന ഉപസർഗത്തിനർത്ഥം ഉദ്ധരിക്കുക എന്നും തമ എന്ന വാക്കിനർത്ഥം ഇരുട്ട് എന്നുമാകുന്നു. ഇതിൽ നിന്നും ഈ ലോകത്തെയും ലൗകിക ജ്ഞാനത്തെയും അതിക്രമിച്ചു നിൽക്കുന്ന അറിവാണ് ഉത്തമമായ അറിവ് എന്ന് മനസ്സിലാക്കാം. തമസിൽ നിന്ന് അകറ്റപ്പെട്ടതായ ജ്യോതിസിൻ്റെ അറിവാണിത്. ഈ ജ്ഞാനമാർഗത്തെ അനുസരിക്കുന്ന ഒരാൾക്ക് താൻ സമ്പൂർണതയെ എത്രത്തോളം സമീപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും എന്ന പ്രയോഗം കൊണ്ട് ഈ അറിവ് പ്രായോഗികവും ആനന്ദപ്രദവുമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ അറിവ് നാശമില്ലാത്തതാണ് എന്ന സൂചനയാണ് അവ്യയം എന്ന വാക്ക് തരുന്നത്. ഭൗതിക ലോകത്തിൽ നാം വിദ്യയ്ക്കും സമ്പത്തിനും വേണ്ടി പ്രയത്നിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ശരീരം നശിക്കുന്നതോടൊപ്പം നശിക്കുന്ന ഇവ അവ്യയമല്ല. മരണത്തോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസവും ഉയർന്ന ബിരുദങ്ങളും ബാങ്ക് മിച്ചവും കുടുംബവും എന്തിന് എല്ലാം സമാപിക്കുന്നു. ഭൗതിക ലോകത്തിൽ നാം ചെയ്യുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല. പക്ഷേ ഈ രാജവിദ്യ അങ്ങനെയുള്ളതല്ല. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകം. ഈ പ്രയത്നത്തിൽ നഷ്ടമോ ന്യൂനതയോ സംഭവിക്കുന്നില്ല. മാത്രമല്ല, ഈ മാർഗത്തിൽ അല്പമെങ്കിലും പുരോഗമിക്കാൻ കഴിഞ്ഞാൽ അത് ആപത്കരമായ ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യും. കൃഷ്ണ അവബോധജ്ഞാനം കുറ്റമറ്റതാണ്. ഈ ജന്മത്തിൽ കൃഷ്ണ അവബോധത്തോടെ പ്രവർത്തിച്ചിട്ടും സമ്പൂർണത കൈവരിക്കുവാൻ സാധിക്കാതെ വരുന്ന പക്ഷം ഭക്തന് അടുത്ത ജന്മത്തിൽ അപൂർണമായി നിർത്തിയ പഴയ സ്ഥാനത്തിൽ നിന്നു തന്നെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്നു. മറ്റു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണ അവബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശാശ്വതങ്ങളാണ്. നേരെ മറിച്ച് ലൗകിക പ്രവർത്തനങ്ങളാകട്ടെ നശ്വരമായ ശരീരവുമായി ബന്ധപ്പെട്ടവയായതുകൊണ്ട് മരണത്തോടെ അവയും നശിക്കുന്നു. ഉപാധിബദ്ധമായ അറിവ് ശാശ്വതമല്ല. ഞാനൊരു പുരുഷനാണ്, സ്ത്രീയാണ്, അമേരിക്കക്കാരനാണ്, ഇന്ത്യക്കാരനാണ് എന്നൊക്കെയുള്ള ഉപാധികൾ ശരീരസംബന്ധികളാണ്. ശരീരം നശിക്കുമ്പോൾ അവയും നശിച്ചു പോകും. വാസ്തവത്തിൽ നാം ആത്മാവാണ്. അതുകൊണ്ട് നാം പോകുന്നിടത്തെല്ലാം നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളും ഒപ്പമുണ്ടാകും. ഈ രാജവിദ്യ സന്തോഷപൂർവം അനുഷ്ഠിക്കാവുന്നതാണെന്ന് ശ്രീകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. കൃഷ്ണ അവബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പൂർണ്ണ സന്തോഷത്തോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്നവയാണെന്ന് അനായാസേന നമുക്ക് മനസ്സിലാക്കാം. നാമസങ്കീർത്തനവും നൃത്തവും പ്രസാദ സേവനവും ഭഗവത്ഗീത അർച്ചനയുമാണ്
ഇവിടത്തെ പ്രധാന പ്രക്രിയകൾ. ദീർഘനേരം നട്ടെല്ല് നിവർത്തിയിരിക്കുക, ശരീരാഭ്യാസങ്ങൾ കാണിക്കുക, ശ്വാസം നിയന്ത്രിക്കുക തുടങ്ങിയ കഠിനങ്ങളായ നിയമങ്ങളും വ്യവസ്ഥകളും ഇവിടെയില്ല. ഈ പ്രക്രിയ വളരെ സരളമാണ്, ആനന്ദത്തോടെ അനുഷ്ഠിക്കാവുന്നതുമാണ്. മനുഷ്യർ പ്രകൃത്യാ തന്നെ ആടാനും പാടാനും ഉണ്ണാനും സത്യം കേൾക്കാനും താല്പര്യമുള്ളവരാണല്ലോ. ഈ പ്രക്രിയ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ സുസുഖമാണ്, ആനന്ദദായകവുമാണ്. ഈ ഭൗതിക ലോകത്തിൽ പല വിദ്യാഭ്യാസ നിലവാരങ്ങളുമുണ്ട്. ചിലർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം തന്നെ പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോൾ മറ്റു ചിലർ MA, PhD തുടങ്ങിയ ഉയർന്ന ബിരുദങ്ങൾ നേടുന്നു. പക്ഷേ ഈ രാജവിദ്യയുടെ സാരതത്വം എന്താണ്? അതാണ് കൃഷ്ണാവബോധം. ഞാൻ ആരാണെന്ന് അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. നാം ആരാണെന്ന് അറിയാതിരിക്കുന്നിടത്തോളം കാലം യഥാർത്ഥ ജ്ഞാനം നേടാൻ കഴിയുന്നുമില്ല. ശ്രീ സനാതന ഗോസ്വാമി സർക്കാർ ഉദ്യോഗം ഉപേക്ഷിച്ച ശേഷം ചൈതന്യ മഹാപ്രഭുവിനെ സമീപിച്ചിട്ട് ആദ്യമായി ചോദിച്ചത് വിദ്യാഭ്യാസം എന്താണ് എന്നാണ്. സനാതന ഗോസ്വാമിക്ക് സംസ്കൃതം തുടങ്ങി അനേകം ഭാഷകൾ അറിയാമായിരുന്നിട്ടും യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണെന്നറിയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥങ്ങളാണ്. പൊതുജനങ്ങൾ എന്നെ വിദ്യാസമ്പന്നനാണെന്ന് കരുതുകയും വിഡ്ഢിയായ ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭു ആകട്ടെ, നിങ്ങൾ സംസ്കൃതത്തിലും പാഴ്സി ഭാഷയിലും മഹാപണ്ഡിതനാണ്, പിന്നെ വിദ്യാസമ്പന്നനാണെന്ന് നിങ്ങൾക്ക് സ്വയം എന്തുകൊണ്ട് കരുതിക്കൂടാ എന്ന് ചോദിച്ചു. സനാതന ഗോസ്വാമി തുടർന്നു, കാര്യം അതാണെങ്കിലും ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ക്ലേശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ലൗകിക ക്ലേശങ്ങളെല്ലാം എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ട് പോകുന്നുവെന്നും എനിക്കറിയില്ലെങ്കിലും ആളുകൾ എന്നെ പണ്ഡിതനെന്ന് വിളിക്കുന്നു. ഇതിലെനിക്ക് മനസ്സന്തോഷം ലഭിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ സ്വയം ആരാണെന്ന് പോലും അറിയാത്ത വിഡ്ഢിയാണ് ഞാൻ. വാസ്തവത്തിൽ സനാതന ഗോസ്വാമി നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം. ആലോചിച്ചു നോക്കിയാൽ നമ്മുടെയും നില ഇന്ന് വളരെ ദയനീയമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാമെങ്കിലും നിങ്ങൾ ആരാണെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയുന്നില്ല. ശരീരമാണ് ആത്മാവ് എന്ന ധാരണയിലാണ് നാം എല്ലാവരും കഴിയുന്നത്. പക്ഷേ വേദങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ഈ കാണുന്ന ശരീരമല്ലെന്ന് അനുഭവിച്ചറിയുന്നതിന് ശേഷമേ നമ്മുടെ യഥാർത്ഥ അസ്തിത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുമുള്ളൂ. ഇവിടമാണ് ജ്ഞാനോദയത്തിൻ്റെ ആരംഭ ബിന്ദു. രാജവിദ്യ എന്ന് പറയുന്നത് നാം ആരാണെന്ന് അറിയുക മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുക കൂടിയാണ്. നാം ആരാണെന്നറിയാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നേരെയാകാനാണ്? നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് തെറ്റായ ധാരണകളാണ് ഉള്ളതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്നതിനെപ്പറ്റിയും നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനാണ് സാധ്യത. നാം ഈ ശരീരമല്ല എന്ന അറിവും പൂർണ്ണമായും പര്യാപ്തമല്ല. നാം ആത്മാവാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തി ആത്മീയ പ്രവർത്തനമാണ്, കൃഷ്ണ അവബോധ പ്രവർത്തനം. ഈ ബോധം സുപ്രാപ്യമല്ല എന്ന് തോന്നുന്നെങ്കിലും ശ്രീകൃഷ്ണന്റെ കൃപ കൊണ്ട് അത് സുലഭമാക്കാവുന്നതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം പ്രചരിപ്പിക്കുക വഴി ഈ അറിവ് സുഗമമായി എല്ലാവരിലും എത്തിക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭു
ജീവാത്മാക്കളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ജംഗമങ്ങളെന്നും സ്ഥാവരങ്ങളെന്നും. വൃക്ഷങ്ങൾ, തൃണങ്ങൾ, ചെടികൾ മുതലായവ ജംഗമങ്ങളല്ല. കാരണം അവയ്ക്ക് വികസിച്ചതായ ബോധശക്തിയുമില്ല. അവയുടെ അവബോധം ആവൃതമാണ്. ഇതുപോലെ തന്നെ അറിവില്ലാത്ത ഒരു വ്യക്തി മനുഷ്യ ശരീരിയെങ്കിലും സ്ഥാവരതുല്യനുമാണ്. പക്ഷികൾ, ഇഴജന്തുക്കൾ, മൃഗങ്ങൾ, ഷഡ്പദങ്ങൾ, മനുഷ്യർ, ദേവന്മാർ തുടങ്ങി ഈ ലോകത്തിൽ 84 ലക്ഷത്തോളം ഇനത്തിൽപ്പെട്ട ജീവജാലങ്ങളുണ്ട്. ഇക്കൂട്ടത്തിൽ മനുഷ്യർ ഒരു ചെറിയ സംഖ്യ മാത്രം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അഭിപ്രായമാകട്ടെ, മനുഷ്യരുടേതായി തന്നെ 4 ലക്ഷത്തോളം വർഗങ്ങളുണ്ടെന്നും അവരിൽ തന്നെ ചിലർ മാത്രമേ സംസ്കാര സമ്പന്നരായിട്ടുള്ളൂ എന്നും അവരിലും ഒരു ചെറിയ വിഭാഗം മാത്രമേ ധർമ്മശാസ്ത്രങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നുള്ളൂവെന്നുമാണ്. സമകാലീന ജീവിതത്തിൽ ഭൂരിപക്ഷം ആളുകളും ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം, ബുദ്ധമതം തുടങ്ങി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ യഥാർത്ഥമായി അവർ ഒരു ധർമ്മഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നുമില്ല. ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകേണ്ടതാണ്. ചിലരുടെ അഭിപ്രായത്തിൽ മതമെന്ന് പറയുന്നത് യജ്ഞവും ദാനവും തപസ്യയുമാണ്. തപസ്സികൾ ബ്രഹ്മചാരികളും സന്യാസികളും മറ്റും കൈക്കൊള്ളാറുള്ള കഠിനങ്ങളായ ചര്യകളെയാണ് സ്വീകരിക്കുന്നത്. ദാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തം സമ്പാദ്യത്തെ പരപ്രേരണയില്ലാതെ തന്നെ കൊടുക്കുക, ത്യജിക്കുക എന്നതാണ്. ഇന്നാകട്ടെ ത്യാഗം എന്നൊന്നില്ല. പക്ഷേ മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളിൽ നിന്നും മഹാരാജാക്കന്മാർ രത്നങ്ങൾ, സ്വർണം മുതലായവ ദാനമായി കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യജ്ഞം എന്നുള്ളത് അടിസ്ഥാനപരമായി രാജാക്കന്മാർക്കുള്ളതും ദാനമെന്നുള്ളത് താരതമ്യേന ചെറിയ തോതിൽ ഗൃഹസ്ഥന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതുമാകുന്നു. ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്നാകട്ടെ ആളുകൾ താൻ ഇന്ന മതക്കാരനാണെന്ന് പറയുക മാത്രമല്ലാതെ വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നുമില്ല. ലക്ഷക്കണക്കിനുള്ള ഇത്തരക്കാരുടെ ഇടയിൽ ഒരു ചെറിയ സംഖ്യ മാത്രമേ ദാനവും ത്യാഗവും തപസ്യയും അനുഷ്ഠിക്കുന്നവരായിട്ടുള്ളൂ. ചൈതന്യ മഹാപ്രഭു അഭിപ്രായപ്പെടുന്നത് മതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയും വളരെ ചുരുക്കം പേർ മാത്രമേ താൻ ആരാണെന്ന് പരിപൂർണ ജ്ഞാനം തേടുന്നുവെന്നുള്ളതുമാണ്. ഞാൻ ശരീരമല്ലെന്നും ആത്മാവാണെന്നും ഉള്ള അറിവ് ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം പര്യാപ്തമല്ല. അതോടൊപ്പം ഈ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായവും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ്. ഇതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ആത്മജ്ഞാനം നേടിയവരായി അസംഖ്യം വ്യക്തികൾ ഉണ്ടാകാമെങ്കിലും അവരിൽ 1-2 പേർ മാത്രമേ വാസ്തവത്തിൽ മുക്തരാകുന്നുള്ളൂ. അങ്ങനെ മുക്തി ലഭിച്ച ആയിരങ്ങൾ 1-2 പേർ മാത്രമേ ശ്രീകൃഷ്ണൻ ആരാണെന്നും ശ്രീകൃഷ്ണ തത്വം എന്താണെന്നും അറിയുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ശ്രീകൃഷ്ണനെ പറ്റി അറിവ് നേടുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. ഇങ്ങനെ അജ്ഞതയും അസ്വാസ്ഥ്യവും നിറഞ്ഞ കലിയുഗത്തിൽ മോക്ഷം എന്ന് പറയുന്നത് ഇന്ന് മിക്കവർക്കും അപ്രാപ്യമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ലൗകിക ജീവിതത്തിലെ നാഗരികത്വം, മതവിശ്വാസം, ദാനങ്ങൾ, ത്യാഗങ്ങൾ, യഥാർത്ഥ ജ്ഞാനം, മുക്തി തുടങ്ങിയ പടികൾ ഒന്നൊന്നായി ക്ലേശിച്ച് കടന്നാൽ മാത്രമേ നമുക്ക് ശ്രീകൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രക്രിയയെപ്പറ്റിയും ഭഗവത്ഗീതയിൽ പരാമർശമുണ്ട്.
ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 54-ാമത്തെ ശ്ലോകം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നയാൾ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖങ്ങളുമില്ല, ആഗ്രഹങ്ങളുമില്ല. സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ ഏറെ സേവനത്തിൽ മുഴുകുന്നു. മുക്തിയുടെ ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. മുക്തി പ്രാപിച്ച വ്യക്തിയുടെ പ്രഥമ ലക്ഷണം അയാൾ അതീവ സന്തുഷ്ടനായിരിക്കും എന്നതാണ്. അയാൾ ഒരിക്കലും ദുഃഖിതനായി കാണപ്പെടുന്നില്ല. അയാൾക്ക് ഒന്നിലും ഉത്കണ്ഠയും ഉണ്ടാകുന്നില്ല. ഒരു വസ്തു തനിക്കില്ലെന്നോ അത് തൻ്റേതാക്കണമെന്നോ ഈ ബില്ലിന് പണം അടയ്ക്കണമെന്നോ പല സ്ഥലങ്ങളിലേക്കും പോകണമെന്നോ വിചാരിച്ച് അയാൾ അസ്വസ്ഥനാകുന്നുമില്ല. മുക്തനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉത്കണ്ഠ അനുഭവപ്പെടുന്നുമില്ല. അയാൾ പരമദരിദ്രനാണെങ്കിലും സ്വയം ദരിദ്രനാണെന്ന് ചിന്തിക്കുകയോ പരിതപിക്കുകയോ ചെയ്യുന്നുമില്ല. അയാൾക്കങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടാകുന്നുമില്ല. ഈ ഭൗതിക ശരീരമാണ് നാമെന്നും ആ ഭൗതിക ശരീരത്തോടുകൂടി കൊണ്ടുപോകേണ്ടതായ സ്വത്തുക്കൾ നമുക്കുണ്ടെന്നും കരുതുന്നെങ്കിൽ മാത്രമേ നാം സ്വയം ദരിദ്രനാണെന്നോ കുബേരനാണെന്നോ വിചാരിക്കേണ്ടതായിട്ടുള്ളൂ. നേരെ മറിച്ച് ഈ ഭൗതിക ചിന്തയിൽ നിന്നും വിമുക്തനായ വ്യക്തിക്ക് സ്വത്തുകൾ ഉള്ളതിനെ പറ്റിയോ ഇല്ലാത്തതിനെ പറ്റിയോ ചിന്തിക്കേണ്ട ആവശ്യമേ ഉണ്ടാകുന്നില്ല. താൻ ഇതിൽ നിന്നെല്ലാം അന്യനാണെന്നും തനിക്ക് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ലെന്നുമാണ് അയാൾ കരുതുന്നത്. മാത്രമല്ല, അയാളുടെ ദൃഷ്ടിയിൽ ആരും തന്നെ ധനികനോ ദരിദ്രനോ പണ്ഡിതനോ പാമരനോ സുരൂപനോ കുരൂപനോ ആയി കാണപ്പെടുന്നില്ല. ഭൗതികമായ ദ്വന്ദ്വഭാവം ഒന്നിലും കാണാത്ത അയാൾ ആത്മീയ തലത്തിൽ എല്ലാ ജീവികളെയും ശ്രീകൃഷ്ണന്റെ വിഭിന്ന അംശങ്ങളായി കാണപ്പെടുന്നു. ഇങ്ങനെ എല്ലാ ജീവസത്തെയും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അയാൾ അവയെല്ലാം കൃഷ്ണ അവബോധത്തിലേക്ക് നയിക്കുന്നു. അയാളുടെ വീക്ഷണത്തിൽ ബ്രാഹ്മണനായാലും ശൂദ്രനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവർക്കും കൃഷ്ണ അവബോധം ഉണ്ടാകേണ്ടതാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അയാൾക്ക് കൃഷ്ണന്റെ യഥാർത്ഥ ഭക്തനായി തീരാനുള്ള അർഹത ലഭ്യമാകുന്നത്. പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ കലിയുഗത്തിൽ ഈ പ്രക്രിയ അത്ര സരളമല്ല. ശ്രീമദ് ഭാഗവതത്തിൽ കലിയുഗത്തിലെ ഒരു വിവരണമുണ്ട്. അവർ അല്പായുസുക്കളാണ്. മടി പിടിച്ച അവർ നിദ്രാലുക്കളായും മറ്റു സമയങ്ങളിൽ പണം സമ്പാദിക്കുന്നതിൽ വ്യാപൃതരായും കഴിയുന്നു. ആത്മീയ കാര്യങ്ങൾക്കായി അവർക്ക് പരമാവധി ലഭിക്കുന്നത് വെറും 2 മണിക്കൂറാണ്. ഈ ചുറ്റുപാടിൽ ആത്മാവിനെ മനസ്സിലാക്കാൻ ഇന്ന് അവർക്ക് എന്ത് സാധ്യതയാണുള്ളത്? അഥവാ ആത്മീയമായി ഔന്നത്യം നേടണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ വ്യാജ ആത്മീയ സ്ഥാപനങ്ങൾ അയാളെ വഴിതെറ്റിക്കുന്നു. ഈ യുഗത്തിലെ ആളുകൾ ഭാഗ്യദോഷികളാണ്. ആഹാരം, ആത്മരക്ഷ, സംഭോഗം, നിദ്ര തുടങ്ങിയ മിണ്ടാപ്രാണികൾ പോലും യാതൊരു പ്രയാസവുമില്ലാതെ ചെയ്യുന്ന പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ഇന്നത്തെ മനുഷ്യൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അഥവാ ഈ ആവശ്യങ്ങൾ എങ്ങനെയെങ്കിലും നിർവഹിക്കപ്പെട്ടാൽ പിന്നെ യുദ്ധത്തിൽ ശത്രുവിനെ നേരിടാനോ ആക്രമിക്കാനോ ഉള്ള ചിന്ത അവനെ വ്യാകുലപ്പെടുത്തി തുടങ്ങുന്നു. ഇതിനും പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും വേദനാജനകമായ രോഗങ്ങളും കലിയുഗത്തിൽ ധാരാളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കലിയുഗത്തിൽ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ നിയമങ്ങളും വ്യവസ്ഥകളും പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മുക്തി നേടുക സാധ്യമല്ല എന്നു കണ്ട് അഹേതുകമായ കാരുണ്യത്താൽ ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി വന്ന്
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ച് ജീവിതത്തിൽ പൂർണ്ണതയും ആത്മീയ ആനന്ദ അനുഭൂതിയും നേടാനുള്ള ഉപായം ഉപദേശിച്ചു കൊടുത്തത്. ഈ മന്ത്രജപം വളരെ പ്രായോഗികമാണ്. ഇത് ചെയ്യാൻ ഭക്തൻ ജീവമുക്തനാണോ അല്ലയോ, അയാളുടെ ചുറ്റുപാടുകൾ ആത്മീയ ജീവിതത്തിന് അനുസൃതമാണോ അല്ലയോ എന്നും മറ്റു കണക്കുകൂട്ടേണ്ട യാതൊരാവശ്യവുമില്ല. കീർത്തന പ്രക്രിയ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ അയാൾ പരിശുദ്ധനാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പവിത്ര എന്ന് വ്യവഹരിക്കുന്നത്. മാത്രമല്ല, കൃഷ്ണ അവബോധ പ്രക്രിയ സ്വീകരിക്കുന്നതോടുകൂടി പാപകർമ്മങ്ങളുടെ ബീജങ്ങൾ കൂടി നശിച്ചു പോകുന്നു. അഗ്നിഹോമദ്രവ്യങ്ങളെ ഭസ്മീകരിക്കുന്നത് പോലെ ഈ പ്രക്രിയ പൂർവജന്മത്തിലെ എല്ലാ പാപങ്ങളെയും ഭസ്മമാക്കുകയും ചെയ്യുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്ലേശങ്ങൾക്കെല്ലാം കാരണം പാപപ്രവൃത്തികളും പാപപ്രവൃത്തികൾക്ക് കാരണം അജ്ഞാനവുമാണ്. പാപങ്ങളും അതിക്രമങ്ങളും ചെയ്യുന്നത് യഥാർത്ഥ ജ്ഞാനമില്ലാത്തവരാണ്. ഉദാഹരണമായി, ഒരു ശിശു അഗ്നിയെ സ്പർശിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഉടൻ തന്നെ ശിശുവിൻ്റെ കൈ പൊള്ളുന്നത് അഗ്നിയുടെ പക്ഷപാതരാഹിത്യം കൊണ്ടാണ്. ശിശുവാണെന്ന് കരുതി പ്രത്യേക പരിഗണന നൽകാത്തത് കൊണ്ടാണ് ഇവിടെ അഗ്നിയായി തന്നെ പെരുമാറുന്നത്. ഇതുപോലെ തന്നെ ഈ ഭൗതിക ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ, ആരാണ് ഇതിൻ്റെ നായകൻ എന്നോ, ഇതെങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്നോ അറിയാൻ പാടില്ല. അജ്ഞരായ നാം വിഡ്ഢിത്തം കാണിക്കുമ്പോൾ കർക്കശയായ പ്രകൃതി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മെ അനുവദിക്കുന്നുമില്ല. അറിഞ്ഞോ അറിയാതെയോ ആണ് നാം തെറ്റു ചെയ്യുന്നതെങ്കിലും അവയുടെ പ്രതികരണങ്ങളും തജ്ജന്യങ്ങളായ ക്ലേശങ്ങളും നാം അനുഭവിക്കേണ്ടതായി വരുന്നു. പക്ഷേ യഥാർത്ഥമായ അറിവിൽ കൂടി വസ്തുസ്ഥിതി മനസ്സിലാക്കാനും ഈശ്വരനെ സാക്ഷാത്കരിക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഈ തെറ്റുകൾ ചെയ്യേണ്ടി വരികയുമില്ല. കാഴ്ചപ്പാടുകളിൽ നിന്ന് മുക്തി നേടാനുള്ള ഈ അറിവ് മനുഷ്യജന്മത്തിൽ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അറിവ് നൽകി നേരായ മാർഗദർശനത്തിന് ഉതകുന്നവരായി ലോകത്തിലെ വിവിധ ഭാഷകളിലായി ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുമുണ്ട്. അനാദികാലം മുതൽക്കു തന്നെ മനുഷ്യർ പരമശക്തനായ ഈശ്വരനുമായി അവർക്കുള്ള ബന്ധം മറന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ധർമ്മശാസ്ത്രം പഠിപ്പിക്കാനായി തൻ്റെ പ്രതിനിധികളെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന് ചൈതന്യ മഹാപ്രഭു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനാൽ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും വിശേഷിച്ചും ആധുനിക ലോകത്തിലേക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഭഗവത്ഗീതയിൽ നിന്ന് പൂർണ്ണമായി അറിവ് നേടി കൃതാർത്ഥരാകുക എന്നതായിരിക്കണം നമ്മുടെ കർത്തവ്യം. ഹരേ കൃഷ്ണ.